കർത്താവിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലം സമാഗതമായിരിക്കുകയാണ്. നന്നായിട്ട് ആചരിക്കണമെന്നാണ് യേശു നമ്മോട് പറയുന്നത്. നമുക്ക് നന്നായിട്ട് ആചരിക്കണം. പക്ഷേ പ്രശ്നം എങ്ങനെയാണ് നന്നായിട്ട് ആഘോഷിക്കുന്നുള്ളതാണ്. ഒരു സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, കേട്ടോ പിതാവേ, നോമ്പുകാലം എല്ലാ ദിവസവും ഞാൻ ഉപവസിക്കുവാൻ പോവുകയാണ്. ഒരു നേരം അത് വളരെ കടുപ്പമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞ സിസ്റ്ററും വിളിച്ച് പറയാത്തവരും ഒക്കെ ഒരുപക്ഷെ നോമ്പുകാലം എല്ലാ ദിവസവും ഉപവസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരായിട്ട് ഉണ്ടായിരിക്കാം. കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും അനുസ്മരിച്ച് ആഘോഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോമ്പുകാലം ചെലവഴിക്കുന്നത്. അപ്പോൾ നോമ്പെന്ന് പറഞ്ഞത് നോമ്പിന് വേണ്ടിയല്ല, വേറെന്തോ എന്തിനു വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് പെസഹ രഹസ്യത്തിൻ്റെ ആഘോഷത്തിന് വേണ്ടിയാണ്. നോമ്പാചരണത്തിൻ്റെ ഫോക്കസ് പെസഹ രഹസ്യമാണ്. പെസഹ രഹസ്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവുമാണ്. നോമ്പുകാലത്ത് നമ്മുടെ കർമ്മപരിപാടികൾ എന്തൊക്കെയാണ്? നമ്മുടെ കാരണവന്മാരോട് ചോദിച്ചു നോക്കുക. അവർ പറയും, നോമ്പുകാലത്ത് നമ്മുടെ പദ്ധതി പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നോമ്പുകാലത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ ഒരുപക്ഷെ കുറേ കൂടെ കൂടുതൽ പ്രാർത്ഥിക്കണം, ദീർഘമായി പ്രാർത്ഥിക്കണം, കൂടുതൽ ഏകാഗ്രമായി പ്രാർത്ഥിക്കണം. യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. അതൊരു പരിപാടി. ഒപ്പം ദാനധർമ്മം ചെയ്യണം. നോമ്പുകാലത്തെ ഒരു പരിപാടിയാണത്. ദാനധർമ്മം ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് പണമുണ്ടെങ്കിലല്ലേ ധർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് പണമില്ല, ഞാൻ എന്ത് കൊടുക്കും? പ്രിയപ്പെട്ടവരെ, പണമല്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. പണത്തെക്കാൾ പ്രാധാന്യമർഹിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ വിശിഷ്ടമായ സമ്പത്തുകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ അറിയാതെ. ഒരു ഭിക്ഷുവിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അയാൾ രാവിലെ ഭിക്ഷാടനത്തിനിറങ്ങും. ഒരു ഭാണ്ഡമുണ്ട്, അയാൾ അതും വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടുത്തെ കുടുംബനാഥൻ അയാളോട് ചോദിച്ചു, എന്താ ഹൂവേ ഈ ഭാണ്ഡത്തിൽ? അയാൾ പറഞ്ഞത്, ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഭിക്ഷ യാചിക്കുന്ന പാർട്ടികളാണ്. ഈ ഭാണ്ഡം എൻ്റെ അപ്പൂപ്പനിൽ നിന്ന് എൻ്റെ അപ്പാപ്പന് കിട്ടി, അപ്പാപ്പനിൽ നിന്ന് എൻ്റെ അപ്പന് കിട്ടി, അപ്പനിൽ നിന്ന് എനിക്ക് കിട്ടി. ഞാനത് വഹിച്ചുകൊണ്ടാണ് ഭിക്ഷാടനത്തിന് പോകുന്നത്. എന്താണ് അതിൻ്റെ അകത്ത്? അയ്യോ, ഞാനത് തുറന്നിട്ടില്ല. എൻ്റെ അപ്പൻ തുറന്നിട്ടില്ല, അപ്പാപ്പനും തുറന്നിട്ടില്ല. പിന്നെ ഞാനെങ്ങനെയാണ് തുറക്കുന്നത്? നിർബന്ധത്തിൻ്റെ പേരിൽ അവസാനം ഈ ഭിക്ഷു ആ ഭാണ്ഡം തുറന്നു. അതിലെന്താണ് ഇരിക്കുന്നത് നോക്കിയപ്പോഴേ അത്ഭുതമേ, അനർഘമായ രത്നങ്ങൾ, സ്വർണം, ഇതൊക്കെയാണ് ഇരിക്കുന്നത്. ഇത്രയും വലിയ സമ്പത്ത് ഒരു ഭാണ്ഡത്തിൽ ഒളിച്ചു വെച്ചുകൊണ്ടാണ്, അറിയാതെ ആണെങ്കിലും വെച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഭിക്ഷാടനം നടത്തുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഒത്തിരിയേറെ സമ്പത്തുകൾ ഒളിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് നമ്മൾ. നമുക്കെന്തൊക്കെയോ വലിയ സമ്പത്തുകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സ്നേഹഭാവം, ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരു പ്രോത്സാഹനം, ഒരാശ്വാസം, എന്തെല്ലാമാണ്. ഇതെല്ലാം നമ്മുടെ സമ്പത്തുകളല്ലയോ? അപ്പോൾ നമുക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത് ചുരുക്കം. അങ്ങനെയെങ്കിൽ ദാനധർമ്മം നമ്മുടെ ഈ നോമ്പ് കാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി തന്നെയാണ്. ഇനി അവശേഷിക്കുന്നത് ഉപവാസമാണ്. ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയോ ഭക്ഷണത്തിൻ്റെ ഐറ്റങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ ആസക്തിയുള്ളത് ഒരു പക്ഷേ മാംസത്തോടാണെങ്കിൽ നോമ്പ് കാലത്ത് മാംസം വേണ്ടെന്ന് വയ്ക്കുക. ചിലർ കുറച്ചുകൂടി മുന്നോട്ട് കടന്ന് മത്സ്യം പോലും വേണ്ടെന്ന് വയ്ക്കുക. ചിലർ പാല് വേണ്ടെന്ന് വെക്കുക, മുട്ട, ചീസ്, ഇങ്ങനെയൊന്നും പലതും വേണ്ടെന്ന് വെച്ച് അവസാനം ഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഉപവസിക്കുന്ന മനുഷ്യരുണ്ട്.
അവരൊക്കെ വലിയ മനുഷ്യരാണ്, അവരങ്ങനെ ഉപവസിക്കുന്നു. നല്ല വിൽ പവർ ഉള്ളവർക്ക് ഇതുപോലെ ഉപവസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ഉപവാസത്തിൻ്റെ പരിപാടികൾ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചില സിസ്റ്റേഴ്സിനോടൊക്കെ പറയാറുണ്ട്, സിസ്റ്ററെ ഞാനൊരു പുതിയ പദ്ധതി പറയട്ടെ നോമ്പ് കാലത്തിന് വേണ്ടി. പറഞ്ഞോളൂ പിതാവേ. സിസ്റ്റർ മാംസം വർജിക്കുന്നു, ഇനി 40 ദിവസം 50 ദിവസം മാംസം വർജിക്കാൻ പോവുകയാണ്. ശരി, വർജിച്ചോ, അത് തിരുസഭ പറയുന്നത് പോലെ അതങ്ങ് ചെയ്യുക. അതിലുപരിയായിട്ട് സിസ്റ്റർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഞാൻ പറയട്ടെ, സിസ്റ്ററിന് ഇഷ്ടമില്ലാത്ത ഒരു സിസ്റ്റർ അടുത്ത് പോയി അവളെ ഗ്രീറ്റ് ചെയ്തിട്ട് സ്വല്പം സംസാരിക്കാൻ പറ്റുമോ നോമ്പിൻ്റെ പരിപാടിയായിട്ട്? അത്ര ഇഷ്ടമല്ലത്, എങ്കിലും പരിശ്രമിക്കാം പിതാവേ എന്ന് പറഞ്ഞു പോകുന്നു. സിസ്റ്റർ ഇഷ്ടമില്ലാത്തൊരു ജോലി ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ സിസ്റ്റർ പറ്റുമോ? ഞാൻ പരിശ്രമിക്കാം പിതാവേ എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. മാംസം ഉപേക്ഷിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു പോയി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കും എൻ്റെ മനസ്സിൽ ഒരു സ്വല്പം പ്രയാസമുണ്ടായിരുന്നു. തിരുസഭ പരമ്പരാഗതമായിട്ട് ആവശ്യപ്പെടുന്നതും നമ്മുടെ പിതാക്കന്മാർ അനുഷ്ഠിച്ചിരുന്നതുമായ ദാനധർമ്മം, ഉപവാസം, പ്രാർത്ഥന, ഇതൊക്കെ ഞാൻ സഭയുടെ പ്രബോധനമനുസരിച്ച് തന്നെ കൊടുക്കുന്നുണ്ടോ, അത് എൻ്റെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണോ? ഇങ്ങനൊരു സന്ദേഹം എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. സഭ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായിട്ടോ അനുയോജ്യമല്ലാത്തതായിട്ട് പഠിപ്പിക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ. പക്ഷേ ഈ ദിവസങ്ങളിൽ എൻ്റെ സകല സന്ദേശങ്ങളും മാറി. എനിക്കിപ്പോൾ ഒരു ഭയവുമില്ല, വളരെ സന്തോഷമാണ്. ഞാൻ പഴയകാലത്ത് ആരോടെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തികച്ചും ശരിയായിരുന്നു എന്നുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നോമ്പ് ആചരിക്കുവാനായിട്ടൊരു 15 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മോട് ചോദിച്ചു. അപ്പോൾ ഈ 15 കാര്യങ്ങളിൽ മത്സ്യവും മാംസവും മുട്ടയും മീനും ഒന്നുമില്ല. പിന്നെയോ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെടുന്നത് കേട്ടു? ആദ്യമായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ചിരിക്കാനാണ്. സ്മൈൽ, ഇതാണ് ആവശ്യപ്പെടുന്നത്. പുഞ്ചിരിക്കണം. തിരുസഭയുടെ, നമ്മുടെ ക്രിസ്തീയ സഭയുടെ, ക്രൈസ്തവൻ്റെ മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ പാപ്പ പറയും അത് സന്തോഷമാണ്. അപ്പോൾ സന്തോഷമുള്ളൊരു മുഖം നോമ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യമായിട്ട് മാർപ്പാപ്പയ്ക്ക് തോന്നുന്നത് നമ്മൾ പുഞ്ചിരിക്കണമെന്നുള്ളതാണ്. പുഞ്ചിരിക്കാൻ അത്ര പ്രയാസമല്ലതുകൊണ്ടോ? സയൻറ്റിസ്റ്റൊക്കെ പറയുന്നത് പുഞ്ചിരിക്കാൻ 7 മസിൽ പ്രവർത്തനം മതി. ഗൗരവമായിട്ട് പിണങ്ങിയിരിക്കുന്നതിന് 144 മസിൽ പ്രവർത്തിക്കണം. ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഗൗരവമായിട്ടിരിക്കുന്നതിനേക്കാൾ എളുപ്പം പുഞ്ചിരിക്കുന്നതാണെന്ന് അവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെന്താ നമുക്ക് പുഞ്ചിരിക്കാൻ എന്താ പ്രയാസം? പരിസ്ഥിതി പറയുകയാണ് നോമ്പിൻ്റെ ഒരു പരിപാടിയായിട്ട് പുഞ്ചിരിക്കുക. രണ്ടാമത് അദ്ദേഹം പറയുക നന്ദി പറയണം, കൊച്ചു കാര്യങ്ങൾക്ക് പോലും. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടും, സ്നേഹബന്ധം ഉണ്ടാവും നമ്മൾ നന്ദി പറയുമ്പോൾ. നന്ദി ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. നമ്മുടെ കർത്താവ് 10 കുഷ്ഠരോഗികളെ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരവരുടെ പാട്ടിന് പോയി. ഒരു മനുഷ്യൻ മാത്രം തിരിച്ചു വന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. അത് യേശുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. യേശു അവരോട് ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരോട് പോയി? അപ്പോൾ കർത്താവ് നന്ദി പ്രതീക്ഷിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ പിതാവ് പറയുകയാണ് നന്ദി പ്രകടിപ്പിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, നമുക്കാരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം ഇവിടെ നിന്ന് അറിയിക്കുക. എന്തിനാ സ്നേഹം മറച്ചുകൊണ്ടിരിക്കുന്നത്? ചില അപ്പന്മാർ വളരെ ഗൗരവമുള്ള മുഖഭാവമായിട്ടാണ് നടക്കുക. കുഞ്ഞുങ്ങളെ കരങ്ങളിലെടുക്കാത്ത അപ്പന്മാരുണ്ട്, അവർക്കൊരു ചുംബനം കൊടുക്കാത്ത അപ്പന്മാരുണ്ട്. എന്തോ അവരുടെ വിചാരം അപ്പനാണെങ്കിൽ ഗൗരവമുള്ള ആളായിരിക്കണം എന്നുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ യേശു കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക മാത്രമല്ല, മർക്കോസ് പറഞ്ഞിരിക്കുന്നത് അവരെ കരങ്ങളിലെടുത്ത് അവരെ അനുഗ്രഹിച്ചു. ഒരു കുഞ്ഞിനെ എടുക്കാൻ കർത്താവിനൊരു മടിയും ഉണ്ടായില്ല. ആ സ്നേഹം കാണിച്ചിരുന്നു.
അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കണമെന്നാണ് പരിശുദ്ധ പറഞ്ഞത്. മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. കർദിനാൾമാരെ സൃഷ്ടിക്കുന്ന കഥ കേട്ടിട്ടുണ്ടോ? മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ കർദിനാൾമാരെ സൃഷ്ടിക്കുന്ന ക്രിയേറ്റ് കാർഡ്സ് പറയുന്നത്, അപ്പോയിൻ്റ് നിയമിക്കും. അങ്ങനെ പലരെയും നിയമിക്കും. ചിലപ്പോൾ പരിശുദ്ധ പറയും, ഞാൻ ഒരാളെ എൻ്റെ മനസ്സിൽ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, പുറത്തിപ്പോൾ പറയുന്നില്ല, ആ മനസ്സിൽ മാത്രം. ആ കർദിനാളിനെ അറിഞ്ഞുകൂടാ, മറ്റാർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ പരിശുദ്ധ പിതാവിന് മാത്രം അറിയാം തൻ്റെ ഹൃദയത്തിൽ ഒരു കർദിനാളിനെ നിയമിച്ചു വച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ പൂർണ്ണതയിൽ ആ കർദിനാൾ ആരാണെന്ന് പിന്നീട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിക്കും. ഈ കർദിനാളിനുള്ള സ്ഥാനം എവിടെയാണെന്നറിയാമോ? സീനിയോറിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് ഈ കർദിനാളിനെ മനസ്സിൽ വെച്ചു അന്ന് മുതലാണ്. അന്ന് മുതൽ അദ്ദേഹം കർദിനാളാണ് സീനിയോറിറ്റി അവിടെ വെച്ചാണ് കൊടുക്കുന്നത്. പരിശുദ്ധ ചോദിക്കുകയാണ്, അപ്പോൾ ഈ കർദിനാളിനെ മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ നടക്കുന്നു. പേര് പറയുന്ന പ്രത്യേക കാരണങ്ങളാൽ. അങ്ങനെ നമ്മൾ മനുഷ്യയെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നാൽ മതിയോ? സ്നേഹിച്ചാൽ മതിയോ? ഇല്ല. ആ സ്നേഹം പുറത്തേക്ക് പറയണം, അറിയിക്കണം. എന്തുകൊണ്ടത് വെച്ചുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് അറിയിക്കുന്നില്ല, പറയുന്നില്ല? എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നാലാമത്തെ കാര്യം അദ്ദേഹം പറയുകയാണ്, മനുഷ്യരെ ഗ്രീറ്റ് ചെയ്യുന്നത് സന്തോഷത്തോടെ ഗ്രീറ്റ് ചെയ്യുക, അഭിവാദനം ചെയ്യുക. ഞാൻ അമേരിക്കയിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുകയാണ്. തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ ആരൊക്കെയോ താമസിക്കുന്നുണ്ട്, ചുറ്റുമൊക്കെ താമസിക്കുന്നുണ്ട്. ടൗണല്ലേ, വലിയ ടൗണല്ലേ. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യനെ കാണും. അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്, അയാൾ എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഹായ്. അയാളെന്ത് പറയുന്നറിയാമോ? ഹായ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ്, ഹൗ ആർ യു എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കമാണ് ഹായ്. അത് പറഞ്ഞ് ഞങ്ങൾ പോകുന്ന ഒരു വാക്ക് പോലും പിന്നെ പറയുന്നില്ല, പക്ഷെ ഗ്രീറ്റ് ചെയ്യുന്നു. എന്തൊരു ഫോർമാലിറ്റിയാണ്. എന്നാൽ അവിടെ നിന്ന് ഗ്രീറ്റ് ചെയ്തു ഒരു വാക്ക് പറയുക, കുശലപ്രശ്നം അന്വേഷിക്കുക, അവരാരാണെന്നറിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അത്ര അവിടുത്തെ പാരമ്പര്യം അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറയുകയാണ്, സന്തോഷത്തോടെ സ്നേഹത്തോടെ ഗ്രീറ്റ് ചെയ്യുന്ന നോമ്പ് കാലത്ത് മറ്റുള്ള ഗ്രീറ്റ് ചെയ്യുമ്പോൾ. അഞ്ചാമതായിട്ടൊരു കാര്യം അദ്ദേഹം പറയുന്നത്, നമുക്കൊക്കെ എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ ആരോടും പറയാൻ കേൾക്കാൻ ആർക്കാ സന്നദ്ധത? ഇന്ന് ലോകത്തിൽ കേൾക്കാൻ സന്നദ്ധതയുള്ളവർ വളരെ വിരളമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. എല്ലാവർക്കും തിരക്കാണ്. ഇനി എല്ലാവർക്കും എന്തൊക്കെയോ പറയാൻ താല്പര്യമുണ്ട്, തന്നെ കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവർ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നമുക്കൊരു ലിസണറായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുമോ? നമുക്കിഷ്ടംപോലെ ക്ലയൻസിനെ കിട്ടും. പരിശുദ്ധ പറയുകയാണ്, കൂടുതൽ കേൾക്കാൻ പരിശ്രമിക്കുക, പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട്. അടുത്തതായിട്ട് അദ്ദേഹം പറയുകയാണ്, മറ്റുള്ളവരുടെ വിജയങ്ങളും അവരുടെ ക്വാളിറ്റീസ് ഗുണവിശേഷങ്ങളും തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കാനും പരിശ്രമിക്കുക. ഒരുപക്ഷെ നമ്മൾ പ്രോത്സാഹനം കൊടുത്തിരുന്നെങ്കിൽ വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നിരിക്കാം. പക്ഷെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവരിന്നും താഴെ കിടക്കുകയാണ്, ബേസ്മെൻറ്റിലാണ്. ലിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് മുകളിലത്തെ ഒരു നിലയിലെത്തുമായിരുന്നു. ലിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോത്സാഹനമാണ്, നമ്മുടെ തിരിച്ചറിവാണ്. അത് നമുക്കില്ലാതെ പ്രോത്സാഹിപ്പിക്കാതെ അവർക്ക് ഇപ്പോഴും ബേസ്മെൻറ്റിൽ കഴിഞ്ഞുകൂടുന്നു. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പറയുന്നത്. അടുത്തൊരു കാര്യം അദ്ദേഹം പറയുന്നത്, സെപ്പറേറ്റ് വാട്ട് യു ഡു നോട്ട് യൂസ് ആൻഡ് ഗിവ് ഇറ്റ് ടു ദോസ് ഇൻ നീഡ്. നമുക്കൊത്തിരി വസ്തുക്കളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ അലമാരി ഒരിക്കൽ തുറന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയുമേ, എൻ്റെ അലമാരിയിൽ എൻ്റെ വസ്ത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. അലമാരി ഫുള്ളാണ്. ഈ ഇരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? എനിക്ക് വയസ്സ് ഇത്രയുമായി, ഇനി കുറഞ്ഞ മത്സരങ്ങൾക്കുള്ളിൽ ഇതെല്ലാം ഉപയോഗിച്ച് തീരുകയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കണം? എനിക്ക് സേവനം ചെയ്ത സിസ്റ്ററോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്കിനി ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങളാണെങ്കിൽ അതെല്ലാം നമുക്ക് സംഭരിച്ച് നമ്മുടെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ട് കൊടുക്കാം, അവർക്ക് ചിലപ്പോൾ ആവശ്യങ്ങൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വസ്ത്രങ്ങളെടുത്ത് അവിടുന്ന് മാറ്റി വൃദ്ധമന്ദിരത്തിൽ കൊണ്ട് വെച്ചു. അവർക്ക് സന്തോഷമായി, എനിക്ക് ആശ്വാസമായി, എൻ്റെ അലമാരിൽ കൂടുതൽ സ്ഥലം കിട്ടി. സത്യത്തിൽ എനിക്ക് ആവശ്യത്തിന് അതീതമായിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക എനിക്കെന്ത് അവകാശമാണ് ഉണ്ടായിരുന്നത്
എന്ന് ചോദിച്ചാൽ പറയേണ്ടി വരും, നിനക്ക് യാതൊരു അവകാശമില്ലായിരുന്നു. ബാസിൽ പുണ്യവൻ എന്നെ കണ്ടിരുന്നെങ്കിൽ പറയുമായിരുന്നു, നീ അനീതിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ നീ അലമാരിൽ വെച്ചുകൊണ്ടിരിക്കാൻ നിനക്ക് അവകാശമില്ലത്ര തന്നെ, നീ തെറ്റാണ് ചെയ്യുന്നത് എന്ന് പറയുമായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, നമുക്കുള്ള അലമാരിയുമൊക്കെ ഒന്ന് ഡീക്ലറ്റർ ചെയ്യുക. മുറിയിലുള്ള അനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് അദ്ദേഹം പറയുകയാണ്, നമുക്ക് മനുഷ്യ സ്നേഹമുണ്ടെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യണം, അവരെ തിരുത്തിക്കൊണ്ടിരിക്കണം. സ്നേഹപൂർവ്വം, ദേഷ്യപ്പെട്ടല്ല, സ്നേഹപൂർവ്വം യേശു നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന രീതിയിൽ, ശൈലിയിൽ കറക്റ്റ് ചെയ്യണം അദ്ദേഹം പറയുകയാണ്. പിന്നെ ഒരു കാര്യം മനോഹരമായൊരു കാര്യം അദ്ദേഹം പറയുകയാണ്, നമ്മുടെ പെരുമാറ്റത്തിൽ ചിലപ്പോൾ വളരെ മൃദുലമായിട്ടുള്ള ഒരു പെരുമാറ്റം നമുക്ക് ഉണ്ടെങ്കിൽ ആ പെരുമാറ്റം നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഞാൻ ചില മനുഷ്യനെ നിരീക്ഷിച്ചിട്ടുണ്ട്. പൊതുസ്ഥലത്ത് വരുമ്പോൾ അവർ വളരെ മര്യാദയുള്ളവരും വളരെ പെരുമാറ്റമുള്ള മൃദുലതയുള്ളവരുമൊക്കെയാണ്. അങ്ങനെ അവരുടെ ആ പെരുമാറ്റവും സംസാരവും നമുക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെടും. എത്ര നല്ല മനുഷ്യൻ എന്ന് മനസ്സിൽ പറഞ്ഞു പോകും. പക്ഷേ ഇങ്ങനത്തെ മനുഷ്യൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ സ്വഭാവം ആകെ മാറിപ്പോവുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചില മനുഷ്യർ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഭാര്യയോട് ഷൗട്ട് ചെയ്യുക, ബഹളമുണ്ടാക്കുക, കുട്ടികളെ ഭയങ്കരമായിട്ട് ശകാരിക്കുക, ഒരു അസ്വസ്ഥനായ കോപിഷ്ഠനെ പോലെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ആ മൃദുല സ്വഭാവം, ആ നല്ല പെരുമാറ്റം ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? സ്വന്തം കുടുംബത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക്, ഭാര്യ ഭർത്താവിന്, ഭാര്യയും ഭർത്താവും കൂടെ മക്കൾക്ക്, അവർക്കൊക്കെയല്ലേ ഈ നല്ല സ്വഭാവം ആദ്യമായിട്ടും അധികമായിട്ടും കൊടുക്കേണ്ടത്? പരിസ്ഥിതി പറയുകയാണ്, നമ്മുടെ ആ മൃദുലത അത് ആദ്യം നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുക, പിന്നീട് മറ്റുള്ളവർക്ക് കൊടുക്കുക. നോമ്പുകാലത്ത് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം, മറക്കരുതാത്ത കാര്യമുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർ എവിടെ താമസിക്കുന്നു, എൻ്റെ കൂടെയാണെങ്കിൽ നല്ല കാര്യം, അവരെ സ്നേഹത്തോടെ പരിചരിക്കുക. ഇനി മാറി താമസിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി സന്ദർശിക്കുക. അതിന് നിനക്ക് സമയമുണ്ടോ? ഞാൻ വലിയൊരു സോഷ്യൽ പ്രവർത്തകനാണ്. ഞാൻ പലതും സംഘടിപ്പിക്കുന്നു. ഞാൻ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു, ഞാൻ ഭക്ഷ്യവിതരണം സംഘടിപ്പിക്കുന്നു. എല്ലാം ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു നടക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയും പോയി ഒന്ന് സന്ദർശിക്കാൻ സമയമില്ലത്രേ. അവർക്ക് കൊടുക്കേണ്ടതൊക്കെ ഇപ്പോൾ മറ്റ് പൊതുജനങ്ങൾക്കാണ് കൊടുക്കുന്നത്. പ്രീസിമാരെന്താ ചെയ്തത്? അപ്പനും അമ്മയ്ക്കും കൊടുക്കാനുള്ളത് അവർ പറഞ്ഞു, അത് ഞാൻ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞത് കുർബാനായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിനത് കൊടുത്തു കഴിഞ്ഞ് ഇനി അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മാതാപിതാക്കന്മാരെ അവഗണിക്കുന്നവരെ കർത്താവ് ശാസിക്കുന്നുണ്ട്. നിൻ്റെ കുർബാന എന്താ അർത്ഥമുള്ളത്? ആദ്യം പ്രമാണമനുസരിക്കുക, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ നോമ്പ് കാലത്ത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പനെയും അമ്മയും അന്വേഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവർ ദൂരെയാണ് താമസിക്കുന്നെങ്കിൽ അവരെ പോയി സന്ദർശിക്കുക, ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ നോമ്പ് കാലത്ത് എന്തൊക്കെയോ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം കുറേ കാര്യങ്ങൾ ചെയ്യാൻ പരിസ്ഥിതി ആവശ്യപ്പെടുകയാണ്. ഇനി വർജിക്കണമോ? വർജിച്ചു പറയാം എന്തൊക്കെയാണ് വർജിക്കേണ്ടതെന്ന്. പരിശുദ്ധ പിതാവ് പറയുന്ന ശൈലി ഒരു പ്രത്യേക ശൈലിയാണ്. വർജിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരികയാണ്. അദ്ദേഹം പറയുമ്പോൾ മാംസം, മദ്യം, മത്സ്യം, പാല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുകയാണ്, നീ വർജിക്കേണ്ട കാര്യം ഞാൻ പറയാം. ഒന്ന്, നിഷേധാത്മകമായ സംസാരം വർജിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൻ വൃദ്ധനായ അപ്പൻ വീട്ടിലേക്ക് കയറി വരുന്നു. അപ്പനെ ഇഷ്ടമില്ലാത്ത മരുമകൾ ചോദിക്കുകയാണ്, എവിടുന്നാണ് ഇപ്പം കയറി വരുന്നത്? ആ സംസാരത്തിൻ്റെ ടോൺ അപ്പൻ സ്വാഗതാർഹനല്ലെന്നുള്ളത് അറിയിക്കുകയാണ്. അപ്പോൾ നിഷേധാത്മകമായൊരു സംസാരമാണ്, എവിടുന്നാണ് വരുന്നത്? പക്ഷേ സ്നേഹമുള്ള മരുമകൾ പറയുകയാണ്, ഓ അപ്പ എവിടുന്ന് വരിക? യാത്ര സുഖമായിരുന്നു, മടുത്ത് ഇരിക്ക്, സ്വല്പം കാപ്പി കൊണ്ടുവരട്ടെ. നമുക്ക് എന്തൊരു വ്യത്യാസമാണ്. കരുണയുള്ള സ്നേഹമുള്ള ഒരു സംസാരമാണത്. അപ്പോൾ നിഷേധാത്മകമായ വർജിക്കണം. എന്താണ് നിഷേധാത്മകമായ സംസാരം? വർജിക്കേണ്ടത് മാംസം വർജിക്കുന്നത് പോലെ ഇത് വർജിക്കുന്നു. എന്നിട്ട് സ്വീകരിക്കേണ്ടതോ കാരുണ്യമുള്ള സമ്പ്രദായം. രണ്ടാമത്തെ ഒരു കാര്യം,
അതൃപ്തി. എന്തോ അപ്പൻ വന്നു, ക്രിസ്മസിന് വന്നതാണ്, സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടേണ്ടതുപോലെ സമ്മാനം കിട്ടിയില്ലെന്ന് തോന്നിയൊരു സ്വല്പം അതൃപ്തി മനസ്സിൽ തോന്നുന്നു. പക്ഷേ അടുത്ത നിമിഷം ഞാൻ പറയുകയാണ്, അത് സാരമില്ല, ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ എല്ലാവർക്കും പറ്റും. അപ്പൻ വന്നല്ലോ, കൊണ്ടുവന്നല്ലോ, എന്നെ ഓർത്തല്ലോ, പഴയ കാലത്ത് ഇതുമാത്രം അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് നല്ല അപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെക്കുറിച്ച് നല്ല ചിന്തകൾ മനസ്സിൽ വെച്ച് നന്ദി, കൃതജ്ഞതയോടുകൂടി ഇരിക്കുക. അപ്പോൾ ഒരു വശത്ത് വർജിക്കേണ്ട ഒരു കാര്യം അതൃപ്തി, മറുവശത്ത് ഇതാ കൃതജ്ഞത കൊണ്ട് നിറയ്ക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, കോപം ആളിക്കത്താൻ തുടങ്ങിയാണ്. ഞാൻ ഷൗട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു, പക്ഷേ ഞാൻ വളരെ ശാന്തമായിട്ടിരിക്കുന്നു, ഒന്നും സംസാരിക്കുന്നേയില്ല. സാവകാശം എൻ്റെ മനസ്സ് ശാന്തത കൊണ്ടും ക്ഷമ കൊണ്ടും നിറയുന്നു. അടുത്തതായി വർജിക്കേണ്ട ഒരു കാര്യമാണ് അശുഭാപ്തി വിശ്വാസം. എൻ്റെ മനസ്സിൽ വലിയ ചിന്തകൾ ഇതൊക്കെയാണ്. എൻ്റെ ബിസിനസ് വിജയിക്കാൻ പോകുന്നില്ല, മോൻ ജയിക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്കൊരു ജോലി കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയുക, ദൈവമേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു കർത്താവാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. നമ്മുടെ ഉള്ളിൽ ഉത്കണ്ഠകൾ, വ്യഗ്രതകൾ ഒക്കെ വന്ന് നിറയുന്നു. പലപ്പോഴും ദുഃഖം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഒരുപക്ഷേ എൻ്റെ വറീസ്, കൊച്ചു സ്കൂളിൽ പോയിരിക്കുകയാണ്, വലിയ അപകടമുണ്ടാകുമോ, കൂട്ടുകാരൊക്കെ ആയിരിക്കുമോ, വല്ല വണ്ടി വന്ന് മുട്ടുമോ, ചിന്തകളിങ്ങനെ വരികയാണ്. എൻ്റെ വ്യഗ്രത, ഞാൻ ജോലികൾ തീർത്തില്ലല്ലോ, അത് ചെയ്യണം, ഓഫീസിൽ പോകണം, പലതും ചെയ്യാനുണ്ട്, ഒരു കടം വിട്ടാണ്, പക്ഷേ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടുന്നില്ല, ചതിവായ്പ ഒരു ദൈവമേ. ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ വന്നിട്ട് ഹൃദയം വ്യഗ്രത കൊണ്ടും ഉത്കണ്ഠകൾ കൊണ്ടും ആകാംക്ഷ കൊണ്ടൊക്കെ നിറഞ്ഞു പോവുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? അതിപ്പോഴില്ല, വർജിക്കണം. ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ദൈവത്തോട് വേണ്ട, ദൈവമേ, എളിയവനായി എന്നോട് കരുണ തോന്നണമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് പറയുക. ഇതുപോലെ കുറേ കാര്യങ്ങൾ പരിശുദ്ധ പറയുകയാണ്. നമ്മൾ വർജിക്കേണ്ട കാര്യങ്ങൾ, മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ നോമ്പ് കാലത്ത് പരിശുദ്ധ പറഞ്ഞതനുസരിച്ച് നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ നമ്മുടെ നോമ്പിനെ ഏറ്റവും വിശുദ്ധമാക്കാം, സന്തോഷപ്രദമാക്കാം. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു സജഷൻ ഇതാണ്. ഈ നോമ്പ് കാലത്ത് ഒരു പ്രാർത്ഥന ചൊല്ലാമോ? ഒരു മനോഹരമായ പ്രാർത്ഥന. നിങ്ങൾക്ക് അറിയാവുന്ന പ്രാർത്ഥനയാണത്. ഏതാണെന്നറിയാമോ? വിശുദ്ധ ഫ്രാൻസിസ് അസീസി ചൊല്ലിയ പ്രാർത്ഥന. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. ഇനി പറയാൻ പോകുന്ന മനോഹരമായ പ്രാർത്ഥന, ഒരു വശത്ത് അദ്ദേഹം വർജിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നു, മറുവശത്ത് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നു. ആ പ്രാർത്ഥന എങ്ങനെ പോവുകയാണ്? അദ്ദേഹം പറയുകയാണ്, വിദ്വേഷമുള്ളെടുത്ത് സ്നേഹവും, ദ്രോഹമുള്ളെടുത്ത് ക്ഷമയും, സന്ദേഹമുള്ളെടുത്ത് വിശ്വാസവും, നിരാശയുള്ളെടുത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളെടുത്ത് പ്രകാശവും, സന്താപമുള്ളെടുത്ത് സന്തോഷവും ഞാൻ വിധിക്കട്ടെ. നോക്കുക, എൻ്റെ ഹൃദയത്തിൽ വിധിക്കേണ്ടത് എന്താണ്? വിദ്വേഷമുള്ളിടത്ത് ആ വിദ്വേഷം പാടില്ല, പകരം അവിടെ സ്നേഹം വിതയ്ക്കണം. ദ്രോഹം പാടില്ല, അവിടെ ക്ഷമ വിതയ്ക്കണം. സന്ദേഹം പാടില്ല, അവിടെ വിശ്വാസം വിതയ്ക്കണം. നിരാശ പാടില്ല, പ്രത്യാശ. അന്ധകാരം പാടില്ല, പ്രകാശം. സന്താപമല്ല, സന്തോഷം വിധിക്കണം. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. എന്തൊക്കെ നമ്മൾ വർജിക്കണം, എന്തൊക്കെ നമ്മൾ സ്വീകരിക്കണം എന്ന് വളരെ സുന്ദരമായിട്ട് ഫ്രാൻസിസ് പുണ്യവൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ആ പ്രാർത്ഥന മനോഹരമായിട്ട് ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കാനും, പരിശുദ്ധ പിതാവ് പറഞ്ഞ ഈ കാര്യം, നമ്മൾ വർജിക്കേണ്ട കാര്യങ്ങൾ മാംസവും മത്സ്യവും ഒന്നും മാത്രമല്ല, അത് വേണം, പക്ഷേ അതിലേക്ക് ഉപരിയായിട്ട് നമ്മൾ വർജിക്കേണ്ട കുറേ കാര്യങ്ങൾ പരിശുദ്ധ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ വർജിച്ച് നമ്മൾ ഉൾക്കൊള്ളേണ്ടവ പറഞ്ഞ് അവ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നോമ്പുകാലം ഏറ്റവും ഫലദായകമാക്കുവാൻ പരിശ്രമിക്കുക. പരിശുദ്ധ പറഞ്ഞ ഇക്കാര്യം നമ്മളെ അനുസ്മരിപ്പിക്കുവാനായിട്ട് ഫ്രാൻസിസ് അസീസിയുടെ ആ സമാധാനത്തെ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ടുമിരിക്കുക. നിങ്ങളുടെ നോമ്പുകാലം ഏറ്റവും മനോഹരമായി തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് ശ്രോതാക്കൾക്കെല്ലാം ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിവാദനങ്ങൾ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.